ഹലോ ഗൈസ്, നമ്മളിന്ന് ISL സിമുലേറ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങളായിട്ട് നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇവിടെ ലൈക്ക് കൂടി ചെയ്തേക്കുക. ഓക്കെ, നമ്മളെ 13 ടീമും സെറ്റാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ISL നടക്കോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല. നോക്കുവാണെങ്കിൽ ലൂണ, നോവ, കുറേ പ്ലേയേഴ്സൊക്കെ ഗൈസ് നമ്മളെ ലോണിൽ വേറെ സ്ഥലത്തേക്ക് കളിക്കാൻ പോയിട്ടുണ്ട് എന്തായാലും. ഓക്കെ, എന്തായാലും ISL നടക്കോ ഇല്ലയോ എന്നൊന്നും ഇപ്പോൾ ഉറപ്പില്ല. സോ നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം ഗൈസ്, ആരായിരിക്കും വിന്നറെന്ന്. ഓക്കെ, എല്ലാ ടീമും ഉണ്ട്. കറൻലി വൈസ് പഞ്ചാബാണ് ലീഡ് ചെയ്യുന്നത്. ജംഷഡ്പൂർ കയറിയിട്ടുണ്ട് എന്തായാലും. ഓക്കെ, മൊത്തം ഏകദേശം 28 മാച്ചാണെന്ന് തോന്നുന്നു. കാരണം 28-26 മാച്ച്. ഓക്കെ, ബ്ലാസ്റ്റേഴ്സ് കേസ് എത്ര സ്ഥാനത്താണ്? 13 സ്ഥാനത്താണ് കേസ്. ഓ, ബ്ലാസ്റ്റേഴ്സ് സിമുലേറ്റ് ചെയ്യുമ്പോൾ പോലും ഒന്നും ജയിക്കണം എന്നുണ്ടായിരുന്നു, അത് നടക്കൂലെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. പഞ്ചാബ് തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. 42 പോയിൻ്റ് ആയിട്ടുണ്ട് ഈ പഞ്ചാബിന്. മോഹൻ ബഗാൻ 3-ാം സ്ഥാനത്താണ് കേസ്. മോഹൻ ബഗാനും FC ഗോവയും 2-ാം സ്ഥാനത്ത് വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും മോഹൻ ബഗാൻ കയറിയിട്ടുണ്ട്. പഞ്ചാബിന് 6 പോയിൻറ്റിൻ്റെ ഗ്യാപ്പിൽ ഇപ്പോഴും ഉണ്ട്. ആൻഡ് ഈസ് ലാസ്റ്റ് മാച്ച് ഡേ ആണ്. ഓക്കെ, കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും 9-ാം സ്ഥാനത്തോട് കയറിയിട്ടുണ്ട്. അടുത്തത് ജയിക്കുവാണെങ്കിൽ മേ ബി 8-ാം സ്ഥാനം കിട്ടുമായിരിക്കും, അറിയത്തില്ല. അടുത്ത കളി നമുക്ക് നോക്കാം. അടുത്ത മാച്ച് ഡേ കൂടി എങ്ങനെയുണ്ടെന്ന് നോക്കണം. നേരത്തെ സ്കോറൊക്കെ നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് കുറേ കളിയൊക്കെ ജയിക്കുന്നുണ്ട്. പഞ്ചാബ് നല്ല രീതിക്ക്, പഞ്ചാബ് എനിക്ക് തോന്നുന്നു കുറേ കളിയൊന്നും തോറ്റിട്ടില്ല. ബ്ലാസ്റ്റേഴ്സ് ബാക്കിയുള്ള ടീമിനോട് പൊട്ടുന്നുണ്ട്. മുംബൈ സിറ്റി, ഗോവയൊക്കെ ആയിട്ട് നല്ല മാർജിനിൽ തന്നെ പൊട്ടുന്നുണ്ട്. ഓക്കെ, നമുക്കിനി പ്ലെയർ റാങ്കിങ് നോക്കുവാണെങ്കിൽ 1-ാം സ്ഥാനത്ത് ഡിമിത്രി പെറ്ററ്റോസ് ആണ്, 18 ഗോള് 1 അസിസ്റ്റ്. 2-ാം സ്ഥാനത്ത് പഞ്ചാബിൻ്റെ ഒരു പ്ലെയറാണ്. പിന്നെ റയാൻ വില്യംസ് ഉണ്ട്, വിൻസി ബരേറ്റോ, അലൻ സജി ഹൈദരാബാദിൻ്റെയാണ്. ഓക്കെ, വോൾഡോ ബിയേറ്റ ആണ് ഈ ബ്ലാസ്റ്റേഴ്സിൻ്റെ ടോപ്പ് സ്കോറർ, 9 ഗോള് 2 അസിസ്റ്റ് ആയിട്ടാണ്. ഓക്കെ, സുനിൽ ഛേത്രിക്ക് ഉണ്ട് ഈ 8 ഗോളും 6 അസിസ്റ്റും, ഏകദേശം ഒരു 14 ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട് സുനിൽ ഛേത്രിക്ക് തന്നെ. ഓക്കെ, എന്തായാലും 1-ാം സ്ഥാനത്ത് നമ്മളെ പെറ്ററ്റോസാണ്, ഏകദേശം 18 ഗോളാണ് ഈ 18 ഗോളും 1 അസിസ്റ്റും. എനിക്കറിയാം പഞ്ചാബ് തന്നെ ജയിക്കാനാണ് സാധ്യത കൂടുതൽ. ആൻഡ് പഞ്ചാബ് ജയിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ബെസ്റ്റ് ടീം നോക്കാം. അത് ഇനി നമ്മളെ ലീഗ് ഷീൽഡ് എന്തായാലും പഞ്ചാബിന് ഇട്ടിട്ടുണ്ട്. നമ്മൾ ISL കപ്പ് ആർക്കാന്ന് നോക്കാം ഗൈസ്. സോ ഫസ്റ്റത്തെ പ്ലേ ഓഫ് മാച്ച് വരുന്നത് ഗോവയും മുംബൈ സിറ്റിയും ആണ്. ഒറ്റ ലെഗേ ഉണ്ടാവുള്ളൂ, കാരണം പ്ലേ ഓഫിനൊക്കെ ഒറ്റ ലെഗാണ് ഉണ്ടാവാറ്. ഓക്കെ, നമ്മളെ ഗോവയ്ക്കാണ് അഡ്വാൻറ്റേജ് കൂടുതൽ, ഹോം ഗോവയ്ക്കാണ്. ബട്ട് വിൻ പ്രോബിലിറ്റി മുംബൈ സിറ്റിക്ക് ആയതുകൊണ്ട് തന്നെ മുംബൈ സിറ്റി ജയിച്ചിട്ടുണ്ട് എന്തായാലും പെനാൽറ്റിയിൽ. സോ അടുത്ത നമ്മൾ ബംഗളൂരും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ആണ്. ആൻഡ് ഇതിനകത്ത് പ്രോബിലിറ്റി കൂടുതൽ ബംഗളൂരിനാണ്. എനിക്കും തോന്നുന്നത് ബംഗളൂരു ജയിക്കുമെന്നാണ്. ഓക്കെ, 1-0 ജയിച്ചിട്ടുണ്ട് ബംഗളൂരു. സോ ഗീസ് നമ്മളെ സെമി ഫൈനലിൽ എന്തായാലും പഞ്ചാബിൻ്റെ കൂടെ വന്നിട്ടുള്ളത് മുംബൈ സിറ്റിയാണ്. ബട്ട് പഞ്ചാബ് 4-1 മുംബൈനെ പൊട്ടിച്ചിട്ടുണ്ട് എന്തായാലും. സോ അടുത്ത ലെഗ് നമുക്ക് നോക്കാം ഗൈസ്. അടുത്ത ലെഗിൽ മുംബൈക്ക് കംബാക്ക് അടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. പഞ്ചാബ് ജയിച്ചിട്ടുണ്ട് എന്തായാലും. സോ ഈ അടുത്ത സെമി ഫൈനൽ വരുന്നത് നമ്മളെ മോഹൻ ബഗാനും ബംഗളൂരും തമ്മിലാണ്. പ്രോബിലിറ്റി കൂടുതൽ ബംഗളൂരിനായിരുന്നു, സ്റ്റിൽ മോഹൻ ബഗാൻ ജയിച്ചിട്ടുണ്ട്. അടുത്ത ലെഗ് ആരെ കൊണ്ടുവന്നേ നോക്കാം ഗൈസ്. ഓക്കെ, അടുത്ത ലെഗ് ബംഗളൂരു ജയിച്ചിട്ടുണ്ട് ഗൈസ്. ഫൈനലിലോട്ട് ക്വാളിഫൈ ആയിട്ടുണ്ട് എന്തായാലും ബംഗളൂരു. ഗൈസ് നമ്മൾ ISL ഫൈനൽ വരുന്നത് പഞ്ചാബ് വേഴ്സസ് ബംഗളൂരു ആണ്. ഓക്കെ, നമുക്ക് എന്തായാലും നോർമലി സിമുലേഷൻ ചെയ്യാം ഗൈസ്, ഇമ്മീഡിയറ്റ് ആയിട്ട് സിമുലേറ്റ് ചെയ്യേണ്ട, നോക്കാം. ഓക്കെ, നല്ല ഓപ്പർച്യൂണിറ്റീസൊക്കെ വരുന്നുണ്ട്. ആരും ഇതുവരെ ഗോൾ അടിച്ചിട്ടില്ല എന്തായാലും. ഓക്കെ, ബംഗളൂരു പറഞ്ഞാൽ അടിച്ചിട്ടുണ്ട്, വിന്നിങ് ഗോൾ ആവുക ഗൈസ്. ഓക്കെ, ബംഗളൂരു എന്തായാലും നമ്മൾ ISL കപ്പ് തൂക്കിയിട്ടുണ്ട്. അവർക്ക് ആരെ ഗോൾ അടിച്ചതെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കട്ടെ ഗൈസ് ആരെ ഗോൾ അടിച്ചതെന്ന്. ഓക്കെ, റയാൻ വില്യംസ് ആണ്.